ചിത്രത്തിൽ കാണുന്ന സംരക്ഷിത മൃഗത്തെ തിരിച്ചറിയുക. ഉത്തരം സിംഹവാലൻ കുരങ്ങ്. ഏത് നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണിത്? ഉത്തരം സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പാലക്കാട്. ചിത്രത്തിൽ കാണുന്ന ലോഗോ തിരിച്ചറിയുക. ഉത്തരം ഹരിത കേരളം മിഷൻ. ഏത് ലോഗോയിലെ മൃഗമാണിത്? ഉത്തരം ഭീമൻ. WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടനയുടെ ലോഗോയിലെ മൃഗമാണ് ഭീമൻ പാണ്ട. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം തിരിച്ചറിയുക. ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുക. ഇത് റീസൈക്ലിംഗ് ബിൻസ് ആണ്. ഒന്നാമത്തേത് റെഡ് ബിൻ, അപകടകരമായ മാലിന്യം ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് രണ്ടാമത്തത് ഗ്രീൻ ബിൻ, ഇത് ജൈവ മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ്. മൂന്നാമത്തത് യെല്ലോ ബിൻ, ഇത് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടി. നാലാമത്തേത് ബ്ലൂ ബിൻ, ഇത് പേപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി. ചിത്രത്തിൽ കാണുന്നത് ഏതിനം തുമ്പിയാണ്? ഇത് എവിടെയാണ് ഈ അടുത്തിടെ കണ്ടെത്തിയത്? ഇത് അപൂർവമായ ഒരിനം സൂചിത്തുമ്പിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ സമീപ പ്രദേശത്തു കൂടി ആണ് ഇത് കണ്ടെത്തിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഗവേഷകരുടെ സംഘമാണ് ഈ തുമ്പിയെ കണ്ടെത്തിയത്. അഗസ്ത്യമലയോട് ചേർന്ന പ്രദേശത്തു നിന്ന് കണ്ടെത്തിയത് കൊണ്ട് അഗസ്ത്യമല മുളവാലൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് നീലക്കുറിഞ്ഞി പൂക്കളാണ്. ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാനസ്. പശ്ചിമഘട്ടത്തിൽ കൂടുതൽ കാണപ്പെടുന്നു. അടുത്തിടെ കണ്ടെത്തിയ സസ്യ ഇനമാണിത്. ഇതെവിടെയാണ് കണ്ടെത്തിയത്? ഇതിൻ്റെ പേരെന്താണെന്ന് പറയാമോ? തിരുവനന്തപുരത്തെ അഗസ്ത്യാർകൂടം മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണിത്. ഇതിൻ്റെ പേര് സ്മൈലാക്സ് അഗസ്ത്യമലാന. ഈ വ്യക്തിയെ തിരിച്ചറിയുക. വാൾട്ടർ ജി റോസൺ. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. ഈ പരിസ്ഥിതി പ്രവർത്തകയെ തിരിച്ചറിയുക. ഉത്തരം വന്ദന ശിവ. വേപ്പെണ്ണയുടെ വിദേശ പെറ്റന്റിനെതിരെ പൊരുതി ജയിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് വന്ദന ശിവ. ഏതാണ് ഈ സ്ഥലം? ഉത്തരം പക്ഷിപ്പാതാളം. ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിക്ക് സമീപമുള്ള പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് പക്ഷിപ്പാതാളം. ഈ മൃഗത്തെ തിരിച്ചറിയുക. ഇതെവിടെ കാണപ്പെടുന്നു? ഉത്തരം വരയാട്. ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. കേരളത്തിലെ ഈ ദേശീയ ഉദ്യാനം തിരിച്ചറിയുക. ഉത്തരം സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ് ഈ ദേശീയ ഉദ്യാനം. ഏത് പരിസ്ഥിതി സമരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചിത്രം? പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലാണ് ഇത് നടന്നത്. ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് എന്നതായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രശസ്തമായ മുദ്രാവാക്യം. 1973 ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ചിപ്കോ എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം ചേർന്നു നിൽക്കൂ, ഒട്ടി നിൽക്കൂ എന്നൊക്കെയാണ്. മരങ്ങൾ സംരക്ഷിക്കാൻ മരത്തോട് ഒട്ടിച്ചേർന്നു നിൽക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സുന്ദർലാൽ ബഹുഗുണയാണ് ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. ഈ ലോഗോ തിരിച്ചറിയുക. ഉത്തരം മൊബിയസ് ലൂപ്പ് എന്നറിയപ്പെടുന്ന 3R അഥവാ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ ലോഗോ. ഈ പക്ഷിയെ തിരിച്ചറിയുക. ഇതെവിടെയാണ് കൂടുതലായി കാണപ്പെടുന്നത്? ഈ പക്ഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം മാക്കാച്ചിക്കാട എന്ന ഒരു പറവയാണ് ഇത്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കുഭാഗത്തും ശ്രീലങ്കയിലും കാണപ്പെടുന്ന രാത്രി സഞ്ചാരനായ ഒരു പറവയാണ് മക്കാച്ചിക്കാട. നന്നായി കാണാൻ കഴിയുന്നത് തട്ടേക്കാടാണ്. നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും ഈർപ്പവനങ്ങളിലും മാക്കാച്ചിക്കാട ജീവിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം കല്ലേൻ പൊക്കുടൻ. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുകയും
അവ നശിപ്പിച്ചാലുള്ള ഭവിഷ്യത്തുകളെപ്പറ്റി ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്ന മലയാളിയായ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു പൊക്കുടൻ. പൂർണ്ണനാമം കല്ലേൻ പൊക്കുടൻ. ഈ പരിസ്ഥിതി പ്രവർത്തകയെ തിരിച്ചറിയുക. ഉത്തരം വങ്കാരി മാതായി. കെനിയയിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകയും രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തകയുമായിരുന്നു നോബൽ സമ്മാന ജേതാവായ വങ്കാരി മാതായി. പരിസ്ഥിതി പരിപാലനത്തിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ഗ്രീൻ ബെൽറ്റ് എന്ന പേരിൽ അതിനെ വലിയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രവർത്തകയാണ് വങ്കാരി മാതായി. ഇനിയുള്ള ചിത്രങ്ങൾ നിങ്ങൾ സ്വന്തമായി തിരിച്ചറിയാൻ ശ്രമിക്കുക കേട്ടോ. 5 സെക്കൻഡ് ഉണ്ട് ഓരോ ചിത്രത്തിനും. ഇത് ഡോഡോ പക്ഷിയാണ്. ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച പക്ഷിയാണിത്. ഇതൊരു മലയണ്ണാനാണ്. അണ്ണാൻ്റെ വർഗത്തിൽ ഏറ്റവും വലിപ്പവും സൗന്ദര്യവുമുള്ള ജീവിയാണ് മലയണ്ണാൻ. പശ്ചിമഘട്ട വനങ്ങളിൽ കണ്ടുവരുന്നു. പൂർണ്ണമായും കാടുകളിൽ ജീവിക്കുന്ന മലയണ്ണാൻ പകൽ പുറത്തിറങ്ങുന്ന ഒരു ജീവിയാണ്. ഇത് മ്ലാവ് അഥവാ കലമാനാണ്. ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്ന മാൻവർഗത്തിൽപ്പെടുന്ന സസ്തനിയാണ് മ്ലാവ് അഥവാ കലമാൻ. ഏഷ്യയിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഗംഗാറ്റിക് ഡോൾഫിനുകളുടെ സംരക്ഷിത പ്രദേശമാണ് വിക്രമശില ഗംഗാ ഡോൾഫിൻ സങ്കേതം എന്നതുകൂടി ഇവിടെ ഓർത്തു വയ്ക്കുക. നീലഗിരി താറാണ് ഇത്. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ നീലഗിരി കുന്നുകളിലും പശ്ചിമ കിഴക്കൻ ഘട്ടങ്ങളുടെ തെക്കുഭാഗങ്ങളിലും മാത്രം കാണപ്പെടുന്ന ഒരു കുളമ്പുകളുള്ള ഒരു സസ്തിനിയാണ് നീലഗിരി താർ. പാതാളത്തവള, കുറുവൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം തവളയാണ് പന്നിമൂക്കൻ തവള അഥവാ പാതാളത്തവള. ഇത് ഒരു മരനായ അഥവാ കറുംമെരുകിൻ്റെ ചിത്രമാണ്. ദക്ഷിണ പശ്ചിമഘട്ടത്തിലും നീലഗിരി കുന്നുകളിലുമായി കാണപ്പെടുന്ന ഒരു അപൂർവ തദ്ദേശീയ ജീവിയാണ് മരനായ അഥവാ കറുംമെരുക്. ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു സാമൂഹ്യ പ്രവർത്തകയായ മേധാ പട്കറിൻ്റെ ചിത്രമാണിത്. നർമ്മദ ബചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകയുമാണ്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സാലിം അലിയുടെ ചിത്രമാണിത്. ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രമുഖ പക്ഷിശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമായ നവംബർ 12 ഇന്ത്യയിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നു.